എല്ലാ കൂട്ടുകാർക്കും ക്വിസ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സാഹിത്യവുമായി ബന്ധപ്പെട്ട ഒരു ക്വിസാണ് കൂട്ടുകാർക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, മലയാളത്തിലെ ആധുനിക കവിത്രയങ്ങളിൽ ഉൾപ്പെട്ട കവികൾ ആരെല്ലാമാണ്? ഉത്തരം: ആശാൻ, കുമാരനാശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. മലയാള സാഹിത്യത്തിലെ ലക്ഷണമൊത്ത ആദ്യ നോവൽ എന്ന് കണക്കാക്കപ്പെടുന്ന ഇന്ദുലേഖയുടെ കർത്താവ് ആരാണ്? ഉത്തരം: ഒ. ചന്തുമേനോൻ. അടുത്ത ചോദ്യം, മഹാകവി ജി. ശങ്കരക്കുറുപ്പിൻ്റെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച കവിതാ സമാഹാരം ഏതാണ്? ഉത്തരം: ഓടക്കുഴൽ. അടുത്ത ചോദ്യം, നാടകവേദിയെപ്പറ്റിയുള്ള ആധികാരിക ഗ്രന്ഥം എന്നറിയപ്പെടുന്ന നാടകീയം എഴുതിയത് ആരാണ്? നാടകീയം എഴുതിയത് ആരാണ്? ഉത്തരം: കൈനിക്കര കുമാരപിള്ള. അടുത്ത ചോദ്യം, ആസാം പണിക്കാർ എന്ന കവിതയുടെ രചയിതാവ് ആരാണ്? ഉത്തരം: വൈലോപ്പള്ളി ശ്രീധരമേനോനാണ് ആസാം പണിക്കാർ എന്ന കവിതയുടെ കർത്താവ്. അടുത്ത ചോദ്യം, മലയാളത്തിലെ ആദ്യ നാടകമായി കണക്കാക്കുന്ന മണിപ്രവാള ശാകുന്തളം എന്ന നാടകത്തിൻ്റെ രചയിതാവ് ആരാണ്? ഉത്തരം: കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ. അടുത്ത ചോദ്യം, ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന നോവൽ എഴുതിയത് ആരാണ്? ഖസാക്കിൻ്റെ ഇതിഹാസം. ഉത്തരം: ഒ. വി. വിജയനാണ് ഖസാക്കിൻ്റെ ഇതിഹാസം എഴുതിയത്. അടുത്ത ചോദ്യം, മുത്തശ്ശി എന്ന നോവലിൻ്റെ കർത്താവ് ആരാണ്? ഉത്തരം: ചെറുകാട് ഗോവിന്ദ പിഷാരടിയാണ് മുത്തശ്ശി എന്ന നോവലിൻ്റെ കർത്താവ്. അടുത്ത ചോദ്യം, വി. കെ. എൻ എന്നത് ആരുടെ തൂലികാ നാമമാണ്? വി. കെ. എൻ. ഉത്തരം: വി. കെ. നാരായണൻകുട്ടി. അടുത്ത ചോദ്യം, തിക്കോടിയൻ എന്നറിയപ്പെടുന്നത് ആരാണ്? തിക്കോടിയൻ എന്നറിയപ്പെടുന്നത് പി. കുഞ്ഞനന്ദൻ നായരാണ്. പി. കുഞ്ഞനന്ദൻ നായരുടെ തൂലികാനാമമാണ് തിക്കോടിയൻ. അടുത്തത്, ചെറുകാട് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം: ഗോവിന്ദ പിഷാരടി. അടുത്ത ചോദ്യം, നന്ദനാർ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം: പി. സി. ഗോപാലൻ. അടുത്ത ചോദ്യം, ആശാമേനോൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം: കെ. ശ്രീകുമാറിൻ്റെ തൂലികാനാമമാണ് ആശാമേനോൻ. അടുത്തത്, ആനന്ദ് ആരുടെ തൂലികാനാമമാണ്? ഉത്തരം: സച്ചിദാനന്ദൻ്റെ തൂലികാനാമമാണ് ആനന്ദ്. അടുത്തത്, എൻ. വി. എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം: എൻ. വി. കൃഷ്ണവാര്യർ. അടുത്ത ചോദ്യം, ഒളപ്പമണ്ണയുടെ പൂർണ്ണനാമം എന്താണ്? ഉത്തരം: ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട്. അടുത്ത ചോദ്യം, ഉറൂബ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം: പി. സി. കുട്ടിക്കൃഷ്ണനാണ് ഉറൂബ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്. അടുത്തത്, മാലി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം: വി. മാധവൻ നായരാണ് മാലി എന്ന തൂലികാനാമത്തിൽ എഴുതുന്നത്. അടുത്ത ചോദ്യം, മലയാളത്തിൽ ആദ്യമായി എഴുതപ്പെട്ട സഞ്ചാര സാഹിത്യകൃതി ഏതാണ്? ഉത്തരം: വർത്തമാന പുസ്തകം. അടുത്ത ചോദ്യം, മലയാളത്തിലെ ആദ്യ സഞ്ചാരകൃതിയായ വർത്തമാന പുസ്തകത്തിൻ്റെ കർത്താവ് ആരാണ്? ഉത്തരം: പാറമേക്കൽ തോമാ കത്തനാർ. അടുത്ത ചോദ്യം, കാടുകളുടെ താളം തേടി എന്ന യാത്രാവിവരണ ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ്? ഉത്തരം: സുജാതാദേവി. അടുത്ത ചോദ്യം, കാപ്പിരികളുടെ നാട്ടിൽ എന്ന യാത്രാവിവരണ ഗ്രന്ഥം എഴുതിയത് ആരാണ്? ഉത്തരം: എസ്. കെ. പൊറ്റക്കാട്. അടുത്ത ചോദ്യം, കെ. പി. കേശവമേനോൻ രചിച്ച യാത്രാവിവരണ ഗ്രന്ഥത്തിൻ്റെ പേര് എന്താണ്? ഉത്തരം: ബിലാത്തി വിശേഷം. അടുത്ത ചോദ്യം, ഞാനൊരു പുതിയ ലോകം കണ്ടു എന്ന കൃതി എഴുതിയത് ആരാണ്? ഉത്തരം:
A.K. ഗോപാലൻ. അടുത്ത ചോദ്യം, മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ഏതാണ്? ഉത്തരം, മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ വാസനാവികൃതി ആണ്. വാസനാവികൃതി. അടുത്ത ചോദ്യം, രാജ്യങ്ങളിൽ നിരോധിക്കപ്പെടുന്ന പുസ്തകങ്ങൾക്ക് പറയുന്ന പേര് എന്താണ്? ഉത്തരം, റെഡ് ബുക്ക്. അടുത്ത ചോദ്യം, ദി പോസ്റ്റ്മാൻ ആരുടെ ചെറുകഥയാണ്? ദി പോസ്റ്റ്മാൻ എന്ന ചെറുകഥ എഴുതിയത് നമ്മുടെ ജനഗണമന എഴുതിയ രവീന്ദ്രനാഥ ടാഗോർ ആണ്. അടുത്ത ചോദ്യം, നെൽസൺ മണ്ടേലയുടെ ആത്മകഥയുടെ പേര് എന്താണ്? ഉത്തരം, ലോങ് ബാക്ക് ടു ഫ്രീഡം. അടുത്ത ചോദ്യം, മാവേലി നാടുവാണിയിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ. ഈ വരികൾ ആരുടേതാണ്? ഉത്തരം, സഹോദരൻ അയ്യപ്പൻ. അടുത്ത ചോദ്യം, കാക്കേ കാക്കേ കൂടെവിടെ എന്ന് തുടങ്ങുന്ന കവിത രചിച്ചത് ആരാണ്? ഉത്തരം, ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. അടുത്ത ചോദ്യം, ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയ കവി ആരാണ്? ഉത്തരം, ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. അടുത്ത ചോദ്യം, പുരുഷാന്തരങ്ങളിലൂടെ എന്ന യാത്രാവിവരണം ആരുടെ കൃതിയാണ്? ഉത്തരം, വയലാർ രാമവർമ്മ. അടുത്ത ചോദ്യം, 1.25 കോടി മലയാളികൾ ആരുടെ രചനയാണ്? ഉത്തരം, EMS നമ്പൂതിരിപ്പാട്. അടുത്ത ചോദ്യം, മലയാള സാഹിത്യത്തിലെ പൂങ്കുയിൽ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം, വള്ളത്തോൾ നാരായണമേനോൻ. അടുത്ത ചോദ്യം, മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഏതാണ്? ഉത്തരം, അപ്പു നെടുങ്ങാടി എഴുതിയ കുന്തലതയാണ് മലയാളത്തിലെ ആദ്യ നോവൽ. അടുത്ത ചോദ്യം, മലയാളത്തിലെ ആദ്യത്തെ ഖണ്ഡകാവ്യം ഏതാണ്? ഉത്തരം, കുമാരനാശാൻ എഴുതിയ വീണപൂവാണ് മലയാളത്തിലെ ആദ്യത്തെ ഖണ്ഡകാവ്യം. അടുത്ത ചോദ്യം, കഥകളിയുടെ സാഹിത്യരൂപം ഏതാണ്? ഉത്തരം, ആട്ടക്കഥ. അടുത്ത ചോദ്യം, മലബാർ മാനുവൽ എന്ന പ്രശസ്തമായ ചരിത്ര ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഉത്തരം, വില്യം ലോഗനാണ് മലബാർ മാനുവലിൻ്റെ കർത്താവ്. അടുത്ത ചോദ്യം, മാപ്പിള ലഹളയുടെ പശ്ചാത്തലത്തിൽ ആശാൻ എഴുതിയ ഖണ്ഡകാവ്യം ഏതാണ്? ഉത്തരം, ദുരവസ്ഥ. അടുത്ത ചോദ്യം, എന്നിലൂടെ എന്ന ആത്മകഥ എഴുതിയത് ആരാണ്? ഉത്തരം, കുഞ്ഞുണ്ണി മാഷിൻ്റെ ആണ് എന്നിലൂടെ എന്ന ആത്മകഥ. അടുത്ത ചോദ്യം, പി കുഞ്ഞനന്ദൻ നായരുടെ തൂലികാനാമം എന്താണ്? ഉത്തരം, തിക്കോടിയൻ. അടുത്ത ചോദ്യം, മലയാള അച്ചടിയുടെ പിതാവ് ആരാണ്? ഉത്തരം, ബെഞ്ചമിൻ ബെയ്ലി. അടുത്ത ചോദ്യം, എഴുത്തച്ഛൻ്റെ ജീവിതകഥ ആധാരമാക്കി സി രാധാകൃഷ്ണൻ എഴുതിയ നോവൽ ഏതാണ്? ഉത്തരം, തീക്കടൽ കടഞ്ഞ് തിരുമധുരം. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ മരണത്തിൽ മനംനൊന്ത് വള്ളത്തോൾ രചിച്ച കാവ്യം ഏതാണ്? ഉത്തരം, ബാപ്പുജി. അടുത്ത ചോദ്യം, പൊൻകുന്നം വർക്കിയുടെ തൂലികാ ചിത്രങ്ങൾ എന്ന കൃതിയിലെ നായിക ആരാണ്? ഉത്തരം, സ്വാതന്ത്ര്യസമര സേനാനിയായ അക്കമ്മ ചെറിയാൻ. അടുത്ത ചോദ്യം, മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം ഏതാണ്? ഉത്തരം, പാട്ടബാക്കി. അടുത്ത ചോദ്യം, മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നോവലായ പാട്ടബാക്കി എന്ന നാടകത്തിൻ്റെ രചയിതാവ് ആരാണ്? ഉത്തരം, കെ ദാമോദരൻ. അടുത്ത ചോദ്യം, സേതു പൂനത്തിൽ കുഞ്ഞബ്ദുള്ള എന്നീ 2 സാഹിത്യകാരന്മാർ ചേർന്നെഴുതിയ കൃതി ഏതാണ്?
ഉത്തരം നവഗ്രഹങ്ങളുടെ തടവറ. അടുത്ത ചോദ്യം, എതിർപ്പ് ആരുടെ ആത്മകഥയാണ്? ഉത്തരം പി കേശവദേവ്. അടുത്ത ചോദ്യം, ശക്തിയുടെ കവി എന്ന് വിശേഷിപ്പിക്കുന്നത് ഏത് കവിയെയാണ്? ഉത്തരം ഇടശ്ശേരി ഗോവിന്ദൻ നായരാണ് ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, നോബൽ സമ്മാനം നേടിയ ആദ്യ ഭാരതീയൻ ആരാണ്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.